ഒന്ന് ബാംഗ്ലൂരിൽ സിക്സർ പൂരാണ്. സിക്സർ പൂരം ഞങ്ങളുടെ അല്ലേ? നിങ്ങൾക്ക് അതിന് ആരല്ലേ അടിച്ചാൽ ബട്ട്ലർ സായി സുദർശൻ ഇപ്പൊ നിങ്ങൾ പറയുന്നത്. സായി സുദർശൻ ചെറിയൊരു ഫോം ഔട്ട് ആണ്. ബട്ട്ലർ ഇപ്പൊ കഴിഞ്ഞ കളിയത്തെ കാട്ടി കഴിഞ്ഞ കളിയത്തെ കാര്യം നോക്കണം. കഴിഞ്ഞ കളി ഞങ്ങൾ ചിലപ്പോൾ ഔട്ടായി പോകുന്നത്, തോറ്റുകൊണ്ട് പോയി. അത് നോക്കി. പക്ഷെ അതിൽ നിന്നും റിക്കവർ ആയി. ഞങ്ങൾ ഫുൾ പവറിൽ നിങ്ങൾ 7ാം സ്ഥാനത്താണ്. അതാണ് വ്യത്യാസം. അവിടെയാണ് അതിന്റെ കാര്യം. ഞങ്ങളും നിങ്ങളും ലാസ്റ്റ് കളി തോറ്റാണ് വരുന്നത്. ലാസ്റ്റ് കളി തോറ്റാണ് വരുന്നത്. ലാസ്റ്റ് കളി മാത്രല്ല നോക്കല്. ഞങ്ങള് കഴിഞ്ഞ കളി അങ്ങനെ ഒരു ചെറിയ അബദ്ധങ്ങൾ പറ്റിക്കാണ്ട് മൊത്തത്തിൽ പെട്ടെന്ന് ഔട്ടായി പോകും. 7ാം സ്ഥാനത്തായി. ഞങ്ങൾ 3ാം സ്ഥാനത്താണ്. അത് നോക്കണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഫുൾ പവർ ബൗളിംഗ് ആണ്. ഒരു ബൗളിംഗും ഇല്ല. പ്രസിദ്ധ് കൃഷ്ണ, സിറാജ്, റാഷിദ് ഖാൻ സൂപ്പർ ബൗളിംഗ്. വലിയ വർത്താനം ആദ്യം അതൊക്കെ നിന്ന് ഒരു നിൽക്കലും തോൽക്കലായി. നിങ്ങളിപ്പോ എന്താ 2 കളി നിങ്ങൾ വലിയ ജയിച്ചങ്ങനെ പോയില്ലേ? സൂപ്പർ ടീമാണ്. തോറ്റില്ലേ? ഇപ്രാവശ്യം ഞങ്ങൾ തീരുമാനം. DC പത്ര മോശക്കാരാണ്. അത് നിർത്തി കേസിനെങ്കിൽ നമുക്ക് സമ്മതിക്കാം. നിങ്ങളെ ആരും ജയിച്ചില്ല. എന്നിട്ടോട് RCB കളിയാക്കാൻ പറ്റേ. ഞങ്ങളെ കോഹ്ലി കിങ് ഫോമിലാണ്, ഫിൽസാൾട്ട് ഫോമിലാണ്. പട്ടിദാർ എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഫോമിലാണ്. കഴിഞ്ഞ കളിയിൽ ഒന്നും കണ്ടില്ല. ചില കളികൾ മാത്രം, ചില കളികൾ ആകെ 2 കളി ഞങ്ങൾ തോറ്റിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ ഇത് വർക്കായിട്ടുണ്ട്. നിങ്ങൾ അതാണ് മനസ്സിലാക്കുന്നത്. ഈ തവണത്തെ കപ്പ് കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ആ സ്വപ്നം ഇങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇങ്ങനെ ജയിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ അതിപ്പോ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കപ്പും കൊണ്ടുവരാം. അപ്പൊ ആ വക വർത്താനം ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഫൈനൽ വരെ എത്തണം. ഇപ്പൊ തന്നെ ഇങ്ങനെ പറയതേ ജയിച്ചു കപ്പുണ്ടും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആകുമ്പോ അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അവകാശമുണ്ട്. പക്ഷെ അത് ഇങ്ങക്ക് ഒരു ഇന്നിങ്സ് ഫിനിഷ് ചെയ്യാനുള്ള ഫിനിഷർ ആരാണ്? ഞങ്ങൾക്ക് ഇവിടെ ടിം ഡേവിഡ് ഒക്കെ ഉണ്ട്. ഞാൻ ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്. നിങ്ങൾ ഒന്ന് വെറുതെ കേൾക്കാനാണ്. ഷാരൂഖ് ഖാൻ ആ പേര് കേൾക്കാൻ വേണ്ടി ചോദിച്ചല്ലേ? അത് ഞങ്ങൾക്കും നല്ല ഡൗട്ട്. ടീമിൽ ഇതിന് പകരം വേറെ എത്ര കളിക്കാരുണ്ട്? പിന്നെ വല്ലാത്തൊരു കഥ. ഓനിതുവരെ ഫോം ആയിട്ടില്ല, വെറുതെ ടീമിൽ എടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. പിന്നെ ഞങ്ങള് കൃണാൽ പാണ്ഡ്യന്റെ ഇറക്കങ്ങൾ എങ്ങനെ തടയും? മൂപ്പര് സ്പിന്നാണോ? സ്പിന്ന് അത് നമ്മളെ പാടത്ത് കണ്ട ബൗളറെ വരണം. വെറുതെ എന്തെങ്കിലും കാട്ടിക്കാണ്ട് അതൊന്നുമല്ല. കൃണാൾ എന്ന് പറഞ്ഞാലേ ഓന് ശരിക്കും നമ്മൾ കൈയടിക്കണം. അവന്റെ ബ്രദറിന്റെ നിഴലായിട്ട് മാത്രമേ ആൾക്കാർ ഓനെ അറിയുന്നുള്ളൂ. ഇപ്പോ സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം തന്നെ മൂപ്പര് പടുത്തു വരുത്തി. ബ്രദറിനെക്കാളും ആ സിറ്റുവേഷൻസ് ഒക്കെ അഡാപ്റ്റ് ചെയ്ത് കളിച്ചാൻ പറ്റുന്നു. അതായത് മൂപ്പർക്ക് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. അതനുസരിച്ച് രണ്ട് ബ്രദേഴ്സും കണക്കാണ്. അവരുടെ സക്സസ് ഉണ്ടാവേണ്ട നേരത്തെ എന്തെങ്കിലും ഒരു പേരുദോഷത്തിന് വേണ്ടി ഓവർ ആക്ടിങ്, ഞങ്ങള് കൃണാലിന് ആ ജാതി ജെന്റിൽമാൻസ് ഗെയിം ആണ്. വെറുതെ ഞങ്ങള് കൃണാൽ ആളാകെ മാറിപ്പോയിട്ടുണ്ട്. എന്ത് മാറിപ്പോയി? ഇപ്പൊ എന്തോ 30 വർഷം ഉണ്ടാക്കി ഒരു പ്രശ്നവും ഇല്ലല്ലോ. നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നു. 5 ഔട്ട് ആവുമ്പോ ഇവിടെ ചാടി കളിച്ചാൽ 5 ഗ്രൗണ്ടിൽ ഇറങ്ങിയാണ്ടാവില്ല. ജയിച്ചുമ്പോ ആവേശം 5 ഔട്ടാക്കി 8 ഔട്ടാക്കി ഒന്നുമില്ല. വിക്കറ്റ് എടുത്താൽ അത് ആഘോഷിക്കും. അത് അത്ര തന്നെ. അതൊന്നും ഇപ്പൊ ഒരു തെറ്റല്ല. പിന്നെ കൃണാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാളാണ്. ആ രൂപത്തിക്ക് മൂപ്പര് ഡെവലപ്പായി കഴിഞ്ഞേ. അതാണ്. പിന്നെ അതിനൊക്കെ കാരണം കിങ് അവിടെ ഉണ്ട്. കിങ് എല്ലാരും ഇങ്ങനെ മെന്റർ ചെയ്ത് കൊണ്ടുപോകാണ്. ബാറ്റിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും ഇടപെടില്ല. വെറുതെ എന്ന് പറഞ്ഞാൽ RCB ഈ IPL വേറൊരു ടീമൊക്കെ മാറാത്ത ഇങ്ങനത്തെ സ്റ്റാർ വേറെ ആരാള്? ഉൾക്കൊള്ളാൻ പറ്റൂല. അത്രയും വലിയ സ്റ്റാറുണ്ടല്ലോ സ്റ്റാഡം താങ്ങൂല. അതിനുള്ള ടീം വേറെ ഇല്ല. അത് RCB പറ്റുള്ളൂ. ആ സ്റ്റാഡത്തിന്റെ ജാടാന്ന് ഞാൻ ഉപയോഗിക്കണില്ല. സംഗതി അതന്നെ. കൊണ്ടടക്കൂല. ആരും കൊണ്ടടക്കൂല. ആരെ കൊണ്ടും കഴിയൂല. RCB മാത്രം ഇങ്ങനെ താങ്ങി പിടിച്ച് നടക്കണ്ടേ. കിട്ടായിട്ടല്ലേ? കിട്ടേണ്ടൊന്നല്ല. കിങ്ങിനെ പോലത്തെ എന്തിനാണ്? അതിനെക്കാട്ടും വലിയ വലിയ കളിക്കാർ. ധോനി ഇല്ലേ? ധോനി എന്നൊക്കെ പറഞ്ഞ പ്രായമായി. മൂപ്പരിപ്പൊ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊട്ടൻ ചുക്കാതി തൈലൊക്കെ ഇട്ട് അതൊക്കെ തന്നെയാണ് സ്കോർ ചെയ്യുന്നുണ്ട്, റണ്ണും ഉണ്ട്, എല്ലാം ഉണ്ട്. മൂപ്പരെ കളി അതിനനുസരിച്ച് മൂപ്പര് മാറ്റി. ഇന്ന് പറ്റി കണ്ടാ? മൂപ്പർക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഷോട്ടുകളും
മൂപ്പർക്ക് ഓൾറെഡി ഉള്ളത് ഒന്നും കൂടി മൂപ്പര് അടിപൊളിയാക്കി മാറ്റി. അല്ലെങ്കിൽ അവിടെ നിർത്തൂല, T20 അനുസരിച്ച് പുറത്താക്കും. ക്യാപ്റ്റൻസിന്ന് പുറത്താക്കിക്കാണ്ട് തട്ടിങ്ങ സൈഡ് നിർത്തിയപ്പോ സംഭവം സെൻസ് ചെയ്തു. കപ്പ് കിട്ടാതായപ്പോ എന്നെ കൊണ്ടാണ് ടീമിന് സ്വയം മൂപ്പര് മാറിയത്. അതൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു ടീമിലും ഉണ്ടാവില്ല. ഞാൻ ആകെ അന്തം വിട്ട് കളി മാറ്റി, അത്രേ ഉള്ളൂ. അതാണ് ടീമിനോടുള്ള ആത്മാർത്ഥത. അതൊന്നല്ല, സ്വന്തം നിലനിൽപ്പിനുള്ള മാറ്റം. ഒരു ജീനിയസ് എങ്ങനെ ആവണം എന്നുള്ളതിന്റെ പെർഫെക്റ്റ് തെളിവാണ്. ഗെയിമിനനുസരിച്ച് മൂപ്പര് സ്വയം പരിപോഷിപ്പിച്ചെടുത്ത്. എന്തേ ബാബർ അസത്തിന് അത് പറ്റുന്നില്ല? അതാണ് ബാബർ അസവും കോഹ്ലിയൊക്കെ തമ്മിലുള്ള വ്യത്യാസം. കോഹ്ലി എന്ന് പറഞ്ഞ ജീനിയസ് ആണ്. ബാബർ അസവും കോഹ്ലി ഒരുപോലെ ലോ ക്രിക്കറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഡിഫറൻസ് ആണ് ഈ പറഞ്ഞത്. ഇതാണ് കോഹ്ലി എന്ന് പറയുമ്പോൾ. ഇതേപോലെ IPL-ത്തെ കാര്യമാണെങ്കിൽ മൂപ്പരുടെ ടീമിലത്തെ സ്ഥാനം പോകുന്നു കണ്ടപ്പോ കളി മാറ്റി, അത്രേ ഉള്ളൂ. അത്ര വളരെ സിമ്പിൾ ആണ്. അല്ലാതെ മൂപ്പരുടെ ജീനിയസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജീനിയസ് കപ്പാസിറ്റി ആണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് മൂപ്പര് അപ്പ് ചെയ്യും. എല്ലാരെ കൊണ്ടും കെജൂല, കെജാത്തവര് പുറത്താവും ജഡ്ജും. അതാണ് ഇവിടെ വ്യത്യാസം. കോഹ്ലിന്റെ കാര്യമില്ല, കോഹ്ലിയുടെ കാര്യമില്ല. ഞങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഞങ്ങൾ ജയിക്കണം. RCB